നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റിൻ്റെ 4-ാം ദിവസത്തെ കളി പൂർത്തിയാകുമ്പോൾ എന്താണ് നിങ്ങൾക്കൊരു കൺക്ലൂഷൻ പറയാനുള്ളത്? നമ്മൾ ആ സെക്കൻഡ് ന്യൂ ബോളിൽ പണി പറ്റിച്ചു. സെക്കൻഡ് ന്യൂ ബോളിൽ തുടരെ വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റുകൾ വീണില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ നടത്തിയ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, ബോൾ സോഫ്റ്റ് ആയപ്പോൾ, പിച്ച് വീണ്ടും ഉറങ്ങിപ്പോയപ്പോൾ, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സെക്കൻഡ് ന്യൂ ബോളിൽ അതെടുത്ത സമയത്ത് ആ വിക്കറ്റുകൾ വീണില്ലായിരുന്നെങ്കിൽ അപ്രതീക്ഷിതമായ പലതും സംഭവിച്ചേനെ. ഏതായാലും വെസ്റ്റ് ഇൻഡീസ് നടത്തിയ ചെറുത്തുനിൽപ്പ് തന്നെ അപ്രതീക്ഷിതമാണ്. അത് കണ്ടീഷൻ കൂട്ടുപിടിച്ചുകൊണ്ടുകൂടിയാണ്. പിന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ആ ചേസ്, ആ ഒരു ഫോളോ ഓൺ ചെയ്യിക്കാനുള്ള തീരുമാനം അത് പാളിപ്പോയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് ഇന്ന് കമൻറ്റേറ്റേഴ്സൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. കാരണം 19 ഓവർ എറിഞ്ഞ ബൗളിംഗ് നിരയെക്കൊണ്ട് വീണ്ടും ഒരു നീണ്ട ഓവറുകൾ ആ ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള ഒരു പിച്ചിൽ എറിയേണ്ടി വരിക, ജീവനില്ലാത്ത പിച്ചിൽ എറിയിക്കേണ്ടി വരിക, ആ തീരുമാനം തെറ്റായി പോയി എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഏതായാലും ഇതാ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് 5-ാം ദിവസത്തേക്ക് നീണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്താലും ഈ കളി ജയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രിവ്യൂവിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഇവിടെ നടന്നത്. അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തു. ക്യാമ്പലിൻ്റെ ആദ്യത്തെ സെഞ്ചുറിയാണ്. അതുപോലെ ഹോപ്പിൻ്റെ 8 വർഷത്തിന് ശേഷമുള്ള ആദ്യ സെഞ്ചുറിയാണ്. പിന്നെ അവരുടെ അവസാന വിക്കറ്റിൽ 10-79 റൺസിൻ്റെ കൂട്ടുകെട്ട് വന്നില്ല. 2025 അവരുടെ ഏറ്റവും ബെസ്റ്റ് രണ്ടാമത്തെ പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പെർഫോമൻസ് അവർ നടത്തിയിട്ട് അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ പരിതാപകരമായ അവസ്ഥയാണ് ആ കാണിക്കുന്നത്. ഏതായാലും നമ്മൾ വിജയത്തിന് തൊട്ടരികിൽ 58 റൺസ് കൂടിയാണ് ഇനി നമുക്ക് വിജയിക്കാൻ വേണ്ടത്. നാളെ രാവിലത്തെ സെഷനിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കളി നടന്നാൽ തന്നെ കളി നമ്മൾ പിടിച്ചിരിക്കും എന്നാലും ജയിച്ചിരിക്കും. ഇന്ന് തന്നെ കളി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. അതിൽ ജയ്സ്വാൾ വീണുപോയി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ കളി തീർത്തേനെ. ഇപ്പോൾ ഒരു രത്ന ചുരുക്കം പറഞ്ഞാൽ, ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 518-ന് 5 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. വെസ്റ്റ് ഇൻഡീസിനെ അവരുടെ ആദ്യ ഇന്നിങ്സിൽ 248-ന് ഓൾ ഔട്ടുമാക്കി. പിന്നെ 270 റൺസിൻ്റെ ലീഡ് കണ്ടപ്പോൾ നമ്മൾ വെസ്റ്റ് ഇൻഡീസിനെ കൊണ്ട് ഫോളോ ഓൺ ചെയ്യിച്ചു. അവിടെ ഒരല്പം പണി പാളി. അവർ വല്ലാതെ ചെറുത്ത് നിന്നു, ഓവറായി ചെറുത്ത് നിന്നു. 390 റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ അവരടിച്ചത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 121. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 63-1 എന്ന നിലയിലാണ്. നാളെ ബാക്കി 58 റൺസ് അടിച്ച് കളി നമ്മൾ തീർക്കും. ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു കളിയുടെ രത്ന ചുരുക്കം. എന്തായാലും വിശദമായിട്ട് നമ്മൾ കളിയുടെ റിവ്യൂവിലേക്ക് പോവുകയാണ്. വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ സമഗ്രമായിട്ടുള്ള വിശകലനം നടത്താറുണ്ട്. അത് നമ്മുടെ മാത്രം അഭിപ്രായങ്ങളല്ല. പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകരും ക്രിക്കറ്റ് പോർട്ടലുകളും ഒക്കെ കളിയെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ കോംപ്രഹെൻസീവ് റിവ്യൂ വീഡിയോസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഏതായാലും കളിയിലേക്ക് വന്നാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് കളി തീർക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം ആ ഒരു ഫോളോ ഓൺ എന്നുള്ളത് ഇമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു ഫലം എന്താണ്? 100 ഓവറുകൾ ഈ ഒരു പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടുമില്ലാത്ത പിച്ചിൽ നമ്മുടെ ബൗളേഴ്സ് എറിയുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും അത് വെസ്റ്റ് ഇൻഡീസിന് തിരിച്ചു വരാൻ ഉള്ളൊരു ശ്രമം നടത്താനുള്ള അവസരം കൊടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇന്നലെ അവർ നന്നായിട്ട് ചെറുത്ത് നിന്നു. അതിനൊരു തുടർച്ച ഇന്ന് അവർ തുടക്കത്തിൽ നടത്തുകയും ചെയ്തു. അപ്പോൾ അവരുടെ ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 25.2 ഓവറുകൾ, അവസാനത്തെ 25.2 ഓവറുകളാണ് വെസ്റ്റ് ഇൻഡീസ് 2 വിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് കളിച്ചത്. അതായത് അവർ പിടിച്ചു നിൽക്കാനുള്ളൊരു ശ്രമം അവിടെ നടത്തുന്നുണ്ടായിരുന്നുള്ളത് വളരെ വ്യക്തമാണ്. 81.5 ഓവറുകൾ എറിഞ്ഞിട്ടാണ് നമ്മൾ അവരെ ഓൾ ഔട്ട് ആക്കുന്നത്. എന്നിട്ട് ഇന്ത്യ വീണ്ടും അവരെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിടുകയായിരുന്നു. ആ ഒരു അവസരം വെസ്റ്റ് ഇന്ത്യൻ ബാറ്റർമാർ മുതലാക്കി, ആ ഒരു കണ്ടീഷൻ മുതലാക്കി എന്ന് പറയണം. ജോൺ ക്യാമ്പൽ അദ്ദേഹത്തിൻ്റെ മെയ്ഡൻ ടെസ്റ്റ് സെഞ്ചുറിയാണ് നേടിയത്. ഷായ് ഹോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 8 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ സെഞ്ചുറിയാണ് നേടിയത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് വിക്കറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് വിക്കറ്റ് അവരെ ഈ ഒരു അവരുടെ രണ്ടാം ഇന്നിങ്സിലും ലാസ്റ്റ് വിക്കറ്റ് എടുക്കാൻ
ഒരുപാട് സമയമെടുത്തു എന്നുള്ള കാര്യം നോക്കുക. എന്നാലും ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം 293-4 എന്ന നിലയിലാണ് അവരൊരു ഘട്ടത്തിലുണ്ടായത്. അപ്പോഴാണ് നമ്മൾ ന്യൂ ബോൾ എടുക്കുന്നത്. അവിടെ നിന്ന് അവർ 311-9 എന്ന നിലയിലേക്ക് വീണു. ഒരു കൊളാപ്സ്. ആ കൊളാപ്സ് സംഭവിച്ചത് എവിടെയാണ്? ഈ ലൈഫ്ലെസ് ആയിട്ടുള്ള പിച്ച്, ജീവനില്ലാത്ത പിച്ചിൽ സെക്കൻഡ് ന്യൂ ബോൾ കൊണ്ട് നമ്മൾ വിക്കറ്റുകൾ വീഴ്ത്തി. സിറാജാണ് വിക്കറ്റ് വീഴ്ത്തുന്നത് തുടങ്ങിയത്. ഹോപ്പിൻ്റെ വിക്കറ്റ് അദ്ദേഹം എടുത്തു. അതിനുശേഷം പിന്നെ കുൽദീപ് യാദവ് 3 വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു. സിറാജ് ഹോപ്പിനെ പറഞ്ഞു വിടുന്നത് ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തെറിഞ്ഞ ബോൾ ഹോപ്പ് അടിക്കാൻ ശ്രമിച്ചത് എഡ്ജ് കൊണ്ട് സ്റ്റമ്പ് തെറിക്കുകയായിരുന്നു. കുൽദീപ് ആവട്ടെ അപ്പം ഫസ്റ്റ് ഇന്നിങ്സിൽ അദ്ദേഹം 5 വിക്കറ്റ് എടുത്തിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മികച്ചൊരു സംഭാവന നമ്മൾ കണ്ടു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ട് ഇന്ത്യ ഒറ്റ ഓവർ പോലും എറിയിച്ചിട്ടില്ല. പ്രധാന ബോളർമാരെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് കളി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതങ്ങനെ അങ്ങ് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ 97 റൺസ് പുറകിലായിരുന്നു. അവർക്ക് 97 റൺസിൻ്റെ കടമുണ്ടായിരുന്നു. അവിടെ 8 വിക്കറ്റ് അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കളി പുനരാരംഭിക്കുമ്പോൾ ഓൾറെഡി 49 ഓവർ ബൗൾ ചെയ്ത ബോൾ കൊണ്ടാണ് ഇന്ത്യ എറിയുന്നത്. ആ ബോളിന് പ്രത്യേകിച്ചൊന്നും ഗ്രൗണ്ട് ചെയ്യാനും ഉണ്ടായിരുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് അവരുടേതായിട്ടുള്ള രൂപത്തിൽ ബാറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. ക്യാമ്പൽ ഇന്നലെ 87 റൺസാണ് അടിച്ചിരുന്നത്. അദ്ദേഹം പിന്നെ അതങ്ങ് തുടർന്ന് ഒരു മാസീവ് 6 അടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ 100 പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെ ഒടുവിൽ അദ്ദേഹം ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിക്കുകയാണ് രവീന്ദ്ര ജഡേജയുടെ പന്തിൽ. അങ്ങനെ അദ്ദേഹം ഔട്ടാവുന്നു. ആ ഒരു വിക്കറ്റ് വീണത് ഇന്ത്യക്ക് അവസരങ്ങൾ തുറന്നു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ചേസും ഹോപ്പും ചേർന്നുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. 59 റൺസിൻ്റെ ഒരു സ്റ്റാൻഡ് അവരുണ്ടാക്കി. പക്ഷേ സെക്കൻഡ് ന്യൂ ബോൾ കാര്യങ്ങളൊക്കെ മാറ്റി. നമ്മൾ ജസ്റ്റ് ആഫ്റ്റർ ലഞ്ച് നമ്മൾ സെക്കൻഡ് ന്യൂ ബോൾ എടുത്തു. അവിടെ ഇന്ത്യ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. പറഞ്ഞല്ലോ, അവിടെ സിറാജാണ് വിക്കറ്റ് എടുത്ത് തുടങ്ങിയത്. ബബിൾ സീം ഡെലിവറി എറിഞ്ഞുകൊണ്ട് ഹോപ്പിനെ പറഞ്ഞു വിട്ടു. ആ ഒരു സ്റ്റമ്പിലേക്ക് അദ്ദേഹം ബോൾ പുറത്തു പോയ ബോൾ പ്ലേ ഡൗൺ ആയിക്കൊണ്ട് അദ്ദേഹം പുറത്താകുന്നു. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിൻ്റെ തലപ്പത്തേക്ക് ഈ ഒരു 2025 ടെസ്റ്റ് ക്രിക്കറ്റിൽ സിറാജ് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുൽദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓൾഡ് ബോൾ കൊണ്ട് പന്തെറിഞ്ഞപ്പോൾ 16 ഓവറുകളിൽ 63 റൺസ് അടിച്ചിരുന്നു വെസ്റ്റ് ഇൻഡീസ്. അദ്ദേഹത്തെ സെറ്റിലാക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ക്വിക്കറായിട്ട് ഇന്ത്യ കുറച്ചുകൂടി ക്വിക്കറായിട്ട് എറിയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ടെവിൻ ഇംലാച്ച് അദ്ദേഹത്തെ 4ഉം 6ഉം ഒക്കെ അടിച്ചുകൊണ്ട് വരവേൽക്കാൻ ശ്രമിച്ചു പുതിയ ബോൾ കൊണ്ട് എറിയുമ്പോൾ. പക്ഷേ ദെൻ അദ്ദേഹം ലെങ്ത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വിക്കറ്റുകൾ വീഴ്ത്താൻ തുടങ്ങി. 3 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയെടുത്ത് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറുകയായിരുന്നു. ആദ്യം ഇംലാച്ചിനെയും ചേസിനെയും അദ്ദേഹം പറഞ്ഞു വിടുന്നു. ഇംലാച്ചിനെ LBWയിൽ കുരുക്കുന്നു, ചേസിനെ ഒരു ഷോർട്ട് മിഡ് വിക്കറ്റിൽ ക്യാച്ച് എടുത്ത് പുറത്താക്കുന്നു. ആ 2 വിക്കറ്റുകൾ പിഴുതെടുക്കുന്നു. പിന്നാലെ ക്യാരി പിഴെ അദ്ദേഹമാണ് കഴിഞ്ഞ ഇന്നിങ്സിൽ അവരുടെ റെസിസ്റ്റൻസിന് തുടക്കം കുറിച്ചിരുന്നത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പുറത്താവുകയും ചെയ്തു. ദെൻ ജസ്പ്രീത് ബുംറ ജോമൽ വെഴിക്കാനെയും ആൻഡേഴ്സൺ ഫിലിപ്പിനെയും പറഞ്ഞു വിട്ടു. അപ്പോൾ അവരുടെ ലീഡ് എന്ന് പറഞ്ഞാൽ വെറും 41 റൺസായിരുന്നു. അത്രയും എറിഞ്ഞു കഴിഞ്ഞപ്പം ഈ പുതിയ ബോൾ സോഫ്റ്റായി തുടങ്ങി. പ്രത്യേകിച്ച് പിച്ചിൽ നിന്ന് ഒരു അസിസ്റ്റും കിട്ടാതെയായി പിച്ച് ഉറങ്ങിപ്പോയി. വളരെ സ്മൂത്ത്ലിയാണ് അവരുടെ 10ാം വിക്കറ്റ് കൂട്ടിയിട്ട് മുന്നോട്ട് പോയി നോക്കണം. ജസ്റ്റിൻ ഗ്രീവ്സിന് മറുഭാഗത്തുള്ള ജെയ്ഡൻ സീൽസിന് 11ാമനായിട്ട് ഇറങ്ങിയ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിനും അനായാസം ബാറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അവരുടെ ബാറ്റർമാർ അതിമനോഹരമായിട്ട് ആ 11ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ കളിച്ചു എന്നുള്ളതാണ്. 1079 റൺസ് അവരടിച്ചു. അതിനിടയ്ക്ക് ഗ്രീവ്സ് ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. ഒടുവിൽ ജസ്പ്രീത് ബുംറയുടെ പന്തിലാണ് സീൽസ് പുറത്താകുന്നത്. ആ ഓവറിൽ ആദ്യ ബോൾ ബൗണ്ടറിക്ക് അടിച്ചാണ് തുടങ്ങുന്നത്. പിന്നീട് വീണ്ടും അടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹം ഔട്ടാവുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 121 റൺസ്, 18 ഓവറുകൾ അപ്പോൾ ബാക്കിയുണ്ട്. പിന്നെ ഒരു ഹാഫ് ആൻ അവർ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ് കളി ഉണ്ടായിരുന്നത്. ഇന്ന് തന്നെ കളി തീർക്കണം എന്ന ഒരു വിശ്വാസത്തിലാണ് യശസ്വി ജയ്സ്വാൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. അദ്ദേഹം 2 ബൗണ്ടറികളൊക്കെ അടിച്ചു. പക്ഷേ പിന്നാലെ അദ്ദേഹം അടിച്ചു പുറത്തായി. അതിനുശേഷം ഇന്ത്യ വളരെ നോർമലായിട്ട് തന്നെയാണ് കളിച്ചത്.
ഒടുവിൽ കളി അവസാനിക്കുമ്പോൾ നമ്മൾ 63-1 എന്ന രൂപത്തിലാണ്. ഇനി വിജയിക്കാൻ 58 റൺസ് മതി. അപ്പോൾ ഒരു ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് വലിയ രൂപത്തിൽ ബാറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ആ സെക്കൻഡ് ന്യൂ ബോളിൽ ഒരു കൊളാപ്സ് അവർക്ക് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്തായനെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ബാക്കിയുണ്ടല്ലോ. നോക്കുക നിങ്ങൾ, അവർ ഒരു ഘട്ടത്തിൽ കുതിച്ചു പായുകയാണ്. 271-4, 293-5 എന്ന രൂപത്തിൽ നിന്ന ടീമാണ് പിന്നീട് 311 ആകുമ്പോഴേക്കും 9 വിക്കറ്റിലേക്ക് വീണു പോകുന്നത്. ആ ന്യൂ ബോളാണ് ഇവിടെ പണി പറ്റിച്ചതെന്ന് പറയേണ്ടി വരും. ഈ പിച്ചിൽ ഒരു തരത്തിലും ജീവനില്ല, വളരെ സ്ലോ ആയിട്ടാണ് ബോൾ വന്നിരുന്നത്. അതുപോലെ തന്നെ ന്യൂ ബോൾ വന്നപ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ വിത്ത് ന്യൂ ബോൾ എറിയുമ്പോൾ പോലും ഈ കുറച്ച് സമയം കഴിയുമ്പോൾ ഒറ്റ സ്ലിപ്പ് മാത്രം വെച്ചുകൊണ്ട് എറിയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി, മറ്റ് ക്യാച്ചിങ് പൊസിഷനൊന്നും ഇല്ലാതെ എന്ന് പറയുന്നിടത്ത് തന്നെ ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒടുവിൽ നമ്മുടെ ബൗളർമാർ കാര്യം സാധിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ രണ്ടാം ഇന്നിങ്സിലെ സ്കോർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ ടിഗ്നറയൻ ചന്ദ്രബോളും മലിക് അഥനൈസും പുറത്തായിരുന്നു. ചന്ദ്രബോൾ 10, അഥനൈസിൽ 7 റൺസുമാണ് അടിച്ചത്. ഇന്ന് ആദ്യം പുറത്തായത് ജോൺ ക്യാമ്പലാണ്. 199 പന്തുകൾ നേരിട്ട് 12 4, 3 സിക്സറും അടക്കം അദ്ദേഹം 115 റൺസ് അടിച്ചു. ഷായ് ഹോപ്പ് മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ പുറത്തായി. 214 പന്തിൽ നിന്ന് 103 റൺസാണ് അദ്ദേഹം അടിച്ചത്. റോസ്റ്റൻ ചേസ് 40 റൺസ് അടിച്ചു. ടെവിൻ ഇംലാച്ച് അദ്ദേഹം കുൽദീപിൻ്റെ പന്തിൽ LBW ആകുമ്പോൾ 12 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റിൻ ഗ്രീവ്സ് 50 റൺസുമായിട്ട് പുറത്താകുന്നു. ക്യാരിപ്പിഴെ ഡെക്കായപ്പോൾ ജോമൽ വെളിക്കാൻ 3 റൺസിന് പോയി. ആൻഡേഴ്സൺ ഫിലിപ്പ് 2 റൺസാണ് അടിച്ചത്. ജേഡൻ സീൽസ് 32 റൺസ് അടിച്ചു അവസാന വിക്കറ്റിൽ. എന്ന് പറഞ്ഞാൽ 9 വിക്കറ്റിന് 311 എന്നിടത്ത് നിന്നാണ് 10ാമത്തെ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവർ 390 പോയത് എന്നുള്ള കാര്യം ഓർക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, ബോൾ സോഫ്റ്റ് ആയപ്പോൾ പിച്ച് വീണ്ടും ഉറങ്ങിപ്പോയി എന്നുള്ളത്. ഇന്ത്യൻ ബൗളർമാരിൽ കുൽദീപ് യാദവും ജസ്പ്രീത് ബുംറയും 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. മുഹമ്മദ് സിറാജ് 2 വിക്കറ്റ് എടുത്തപ്പോൾ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. ഇന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് ചേസിങ് എന്നുള്ളത്, അതായത് അവസാനം കളി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ യശസ്വി ജയ്സ്വാൾ വന്ന് തന്നെ അടിക്കാനുള്ള ശ്രമമായിരുന്നു. അത് കൃത്യമായിട്ട് കാണാനുണ്ടായിരുന്നു. 2 4 അദ്ദേഹം അടിച്ചു. 7 പന്തിൽ 8 റൺസ് അടിച്ച് അദ്ദേഹം വെരിക്കാൻ്റെ പന്തിൽ ഫിലിപ്പ് പിടിച്ച് പുറത്തായി. പിന്നെ KL രാഹുലും സായ് സുദർശനും നോർമലായിട്ട് തന്നെയാണ് കളിച്ചു പോയത്. 54 പന്തിൽ നിന്ന് 2 4 സഹായത്തോടെ KL രാഹുൽ 25 റൺസുമായിട്ടും സായ് സുദർശൻ 47 പന്തിൽ നേരിട്ട് 5 4 സഹായത്തോടെ 30 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓൺലി 58 റൺസാണ്. നാളെ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഏറിപ്പോയാൽ 1 മണിക്കൂറിനുള്ളിൽ ടീം ഇന്ത്യ വിജയിച്ചിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.